ഇമ്മാനെ കൊണ്ടാതെ പോന്ന മോശമായില്ലേക്കാ. ഇതൊന്നും ഉണ്ടായിരുന്നു ഒക്കെ കൂടി എങ്ങനെയാ വണ്ടിമ പോയിരുന്നത്? എല്ലാരും കൂടി പോരാൻ പറ്റപ്പത് ഇങ്ങോട്ട് പോന്ന ശരിയാണ്. ഇപ്പൊ ഉണ്ടോന്നാവല്ലോ ഇവിടെ. ആ ഉണ്ടാവും, പോയൊക്കെ അങ്ങട്ടെ. എന്റെ കുട്ടികളൊക്കെ നേരത്തെ എത്തിയോ? ഞങ്ങള് നേരത്തെ എത്തി. നിങ്ങൾ കയറിക്കേ. അല്ല എന്നിട്ട് എന്തൊക്കെയാണ് കളി വർത്താനം? സുഖല്ലേ? എന്റെ കുട്ടികൾ വന്നിട്ട് കൊറേ കാലമല്ലോ. എന്താ പണിന്റെ തിരക്ക് കൂടി ഒന്നും എങ്ങോട്ടൊന്നും ഇറങ്ങാൻ ഒരു സമയം കിട്ടലില്ലേ? അത് ശരി, ഇപ്പൊ പണിക്കൊക്കെ തുടങ്ങിയോ? വെറുതെ പറയണേ, ഇയാൾ ഒരു പണിക്കും പോവില്ല. നിങ്ങളല്ലേ ഇപ്പൊ അയാൾക്ക് പൈസ അയച്ചു കൊടുക്കല്? അതൊന്നും അങ്ങനെ നടക്കും. അതൊക്കെ എന്തിനാണ് ഈ കുട്ടിയെ കൊടുത്താൽ കാണട്ടെ. ഞാൻ അതിന്റെ കാര്യം പിടിച്ചാല് ആരാ മാറിയപ്പാ? ഇത് എന്റെ മാരി തന്നെ. എന്താ നോക്കണു? ഇപ്പൊ കണ്ടിട്ടോ? എന്റെ മുഖം തന്നെ കുട്ടി മുറിച്ചു വെച്ചിട്ട് കുടിച്ചാ. ഞാനേ ബാങ്കിൽ നിന്ന് പോയി തരാം. ആ സ്ഥലത്തിന്റെ പൈസ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. പൈസ ഞാനും പറഞ്ഞു. അല്ല ഞാൻ പോയി തരാം. ഇപ്പൊ ബാങ്കിൽ പോയി തരാം. അവിടെ ഇരിക്കും കേട്ടോ. കുറച്ചോടെ ശ്രമിച്ചോളി. നിങ്ങള് പോയി വരും, ഞങ്ങളിവിടെ ഇരുന്നോണ്ട്. ഇത് പിന്നെ പേരെ വലിപ്പം കൂട്ടിയോ? പിന്നെ വലിപ്പം കൂട്ടിയെന്നോ? ഇപ്പൊക്കെ ഒരു പ്രാന്താണ്, എപ്പോഴും വലിപ്പം കൂട്ടും. ഇന്ന് മരിച്ചതിന് പിന്നാലെ ഇതൊരു പ്രാന്തായി മാറിയെന്നാ തോന്നുന്നത്. പക്ഷെ എന്നാലും ഇപ്പൊ ഭയങ്കര പാവാട്ടോ. അത് പറഞ്ഞപ്പോഴൊക്കെ ഇപ്പൊ പുതിയത് വാങ്ങിയതാണ്. ആയിക്കോട്ടെ, കുട്ടിയുടെ തന്നാലേ. നോക്കിയോട്ടെ. നോക്കിക്കോളി. എന്തിട്ട് നിങ്ങളിതുമേ കാട്ടുന്നത്? ഇതിപ്പോ എങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെ വന്നിരുന്നേ. കുറച്ചേരം ഇരിക്കാൻ പറ്റില്ല. അത് പേടിക്കണ്ട, അത് പ്ലാസ്റ്റിക് ആണ്. ഇപ്പാന്റെ ഓരോരോ ഭ്രാന്ത്. അന്റെ പക നട്ടത്തിരാന്തടി. അങ്ങനെയൊന്നുമില്ല. പഠിച്ചോനെ, ചിന്റെ കുട്ടീനെ കാണാൻ പൂതിയാവുന്നുണ്ട്. ഓല് പോയിട്ട് അവിടെ എത്തിയോന്നാവും. അല്ല, ഇപ്പൊ പെരയിൽ ഒരു ഒച്ചി പുളി ഒന്നുമില്ല. എന്റെ കുട്ടി പോയിട്ട് എന്തായാലും ഓൽക്കൊന്ന് വിളിച്ചു നോക്കട്ടെ, അവിടെ എത്തിയോന്നാവോ. ആ വീഡിയോ കോൾ ചെയ്തോക്ക. എന്താ സുഖം. പെണ്ണുങ്ങളാരെ വെളിയിൽ വരുമ്പോഴേ മാപ്പിളാർക്ക് ഇങ്ങനെ അതിന്റെ അടാൻ പറ്റുള്ളൂ. ഞാൻ ഇറങ്ങണത് വീഡിയോ കോളാണല്ലോ. ഈ വന്ന് കേറിയില്ല, ഇമ്മയാണ് വിളിച്ചത്. പിന്നെ എടുക്കൊന്നും വേണ്ട. ഒരു തൊയ്യലുണ്ടാവും. ഇങ്ങോട്ട് പോരാൻ പറഞ്ഞിട്ടേക്കാരം. ഹലോ അമ്മ. എത്തിമ്മ തന്നെ എന്നിട്ട് കുട്ടി എടുത്തോ? കുട്ടിയോ? കുട്ടി ഉറങ്ങിയമ്മ. കുട്ടി എടുത്തോ? കുട്ടി 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 ഉറങ്ങിക്കാണ്. ഉറങ്ങി. ഇമ്മാക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു ഇരിക്കപ്പോർന്ന് കിട്ടണില്ല നമ്മളെ കുട്ടീനെ കാണായിട്ട്. ഓന്റെ ഒച്ചയും പുളി ഒന്നുമില്ലല്ലോ ഇവിടെ. അതുകൊണ്ടേ നിങ്ങളിന്ന് രാത്രി തന്നെ കണ്ട് വരൂലേ? ഇമ്മ ഇപ്പൊ അവിടെ വന്ന് കേറിയിട്ടല്ലുള്ളൂ. ഞങ്ങൾ ഇപ്പൊ തന്നെ എങ്ങനെ അങ്ങോട്ട് പോരുന്നേ? ഞങ്ങൾ എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. പോരുന്നൊന്നുമില്ല. അനക്കൊന്നും സായുധ ഉമ്മാന്റെ സങ്കടം പറഞ്ഞാൽ മനസ്സിലാവൂല. അല്ല അതൊക്കെ പോട്ടെ, എടുത്തു പറഞ്ഞ എന്റെ ഉപ്പ. ഇമ്മ ഇപ്പൊ പുറത്തു പോയേക്കാണ്. എന്താ സ്ഥലത്തിന്റെ എന്തോ കച്ചവടം പോയല്ലോ. തന്നെ മൂപ്പരെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടാണ്. പെണ്ണുങ്ങൾ മരിച്ചതിന് ശേഷം വെച്ചുണ്ടാക്കലും കുടിച്ചലും തിന്നലും ഒക്കെ ഒറ്റക്കാക്കരം. ഇജുംപാടല്ലല്ലോ അവിടെ. ഇജ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം. മൂപ്പർക്ക് എന്താ ഇഷ്ടം അത് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്. അതന്നെ വേണ്ട പ്രശ്ന. എന്നാലേ ഇമ്മ ഏതായാലും വെക്കട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇമ്മ വിളിച്ച കുട്ടി ഉണർന്നാൽ ഓനൊന്ന് കാണും ചെയ്യാലോ. എന്നാ ശരി, വെച്ചടി. ഞാൻ അടുക്കൂലട്ടോ. വിളിച്ചാണ് ഇജ് അടുത്തോളൂ. എന്നിട്ടാ വന്നിട്ട് ചോദിക്കോട്ടെ. എന്താടി? ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. എന്താണ്? ഇമ്മാക്കില്ലേ എന്റെ ഉപ്പാനെ നല്ല സ്നേഹം തോന്നുന്നുണ്ട്. എന്താ നമ്മളെ പെരീത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നോക്കണ്ടല്ലോ. അതോട്ടേക്കാ. അതാണ്. നമുക്കൊരു കാര്യം ചെയ്താലോ? എന്താണ്? ഇമ്മാനെ ഇപ്പാനോട് കല്യാണം കഴിപ്പിച്ചാലോ? എന്തൊക്കെ കുഴപ്പായോ? എന്ത് കുഴപ്പം? ഞാൻ ഈ സംഭവം ഇങ്ങനെ എന്നോട് പറയാതെ ഇരിക്കുന്നു. നമുക്ക് ഒരു കാര്യം തീരുമാനിച്ചാ. അന്റെ പണി ഇന്റെ പണി നമ്മൾ കെട്ടിച്ചു.